ചൊവ്വാഴ്ച രാവിലെ 8 മുതൽ ബുധനാഴ്ച ഉച്ചവരെ നീണ്ട ഭഗീരഥ പ്രയത്നത്തിനൊടുവിലാണ് ഇരുമ്പ് റാപ്പാലം റെയിൽവേ പാളങ്ങൾക്ക് മുകളിൽ സ്ഥാപിച്ചത്. 30 മണിക്കൂർ നീണ്ട ഭഗീരഥ പ്രയത്നത്തിനൊടുവിൽ റെയിൽവേ ട്രാക്കിന് മുകളിൽ 63 മീറ്റർ നീളമുള്ള കോമ്പോസിറ്റ് ഗർഡർ സ്ഥാപിച്ചു. ചൊവ്വാഴ്ച രാവിലെ 8-ന് ആരംഭിച്ച ഗർഡർ സ്ഥാപിക്കൽ ബുധനാഴ്ച വൈകുന്നേരം വരെ നീണ്ടു. 800 ടണ്ണാണ് കോമ്പോസിറ്റ് ഗർഡറിന്റെ ഭാരം. ഗർഡർ സ്ഥാപിക്കുന്നത് കാണാൻ വലിയ ജനക്കൂട്ടം തന്നെ തടിച്ചുകൂടിയിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 8 മുതൽ ബുധനാഴ്ച പുലർച്ചെ 5 വരെ 50 മീറ്റർ ദൂരത്തേക്കാണ് ഗർഡർ എത്തിച്ചത്. ബാക്കി 13 മീറ്റർ ദൂരത്തേക്ക് ഗർഡർ നീക്കുന്ന ജോലി ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 ആരംഭിച്ചു. 6 മിനിറ്റിൽ 1 മീറ്റർ എന്ന കണക്കിൽ 1 മണിക്കൂറിൽ 10 മീറ്റർ നീങ്ങി. അതിനിടെ 35 മീറ്ററിന് ശേഷം ട്രോളി മറുവശത്തേക്ക് കയറുന്നതിന് മുൻപായി അല്പം പ്രയാസം നേരിട്ടത് വീണ്ടും പ്രതിസന്ധിയുണ്ടാക്കി. ഏറെ നേരം സമയമെടുത്താണ് ഈ പ്രശ്നം പരിഹരിച്ചത്. ഈ സമയമത്രയും ട്രെയിനുകൾ ട്രാക്കുകൾ മാറിയാണ് സഞ്ചരിച്ചതും. ഉദ്യോഗസ്ഥരും സാങ്കേതിക ജീവനക്കാരും പോലീസും അടക്കം വലിയൊരു ആളൊരുക്കം തന്നെ ഇവിടെ നടത്തിയിരുന്നു. 30 പോലീസുകാർ, 7 റെയിൽവേ ദേശീയപാത ഉന്നത ഉദ്യോഗസ്ഥർ, 30ഓളം ടെക്നിക്കൽ ജീവനക്കാർ, സാങ്കേതിക പിന്തുണ നൽകുന്നവർ എന്നിവരടങ്ങിയ സംഘത്തെയാണ് വിന്യസിച്ചിരുന്നത്. മുൻപ് 2 തവണ ഗർഡർ സ്ഥാപിക്കുന്നത് പരാജയപ്പെട്ട സാഹചര്യത്തിൽ 3ാമത്തെ ദൗത്യം കാണാൻ ആകാംക്ഷയിൽ ജനങ്ങൾ കാത്തുനിന്നു. ജൂൺ 26-നാണ് കോമ്പോസിറ്റ് ഗർഡർ സ്ഥാപിക്കുന്നതിനുള്ള ആദ്യ ശ്രമം നടന്നത്. എന്നാൽ അവസാനഘട്ട വെൽഡിംഗ് പ്രവൃത്തികൾ പൂർത്തിയാകാത്തതിനാൽ അന്ന് നടന്നില്ല. പിന്നീട് ജൂലൈ 2-ന് രാത്രിയിൽ വീണ്ടും ശ്രമിച്ചെങ്കിലും ഗർഡർ ഹൈഡ്രോളിക് ജാക്കികൾ ഉപയോഗിച്ച് വലിക്കുന്നതിനിടെ ജാക്കികളിൽ ഘടിപ്പിച്ച റോപ്പിന്റെ പിൻഭാഗത്തെ 2 സപ്പോർട്ടിംഗ് പ്ലേറ്റുകൾക്ക് തകരാർ സംഭവിച്ചതിനാൽ വീണ്ടും തടസ്സപ്പെട്ടു. അന്ന് 10 മീറ്ററോളം ദൂരം മാത്രമാണ് ഗർഡർ മുന്നോട്ട് നീക്കാൻ കഴിഞ്ഞിരുന്നത്. ഈ ചാനൽ ന്യൂസ്, കുറ്റിപ്പുറം. See